ഹലോ, നമസ്കാരം. ഏവർക്കും കഥാതന്തുവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴയ വയനാടിനെ ഏകദേശം ഒരു 3 നൂറ്റാണ്ടോളം, അതായത് ഒരു 300 വർഷത്തോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് അവരുടെ കഥയിലൂടെ കടന്നു പോകാം. അവൾ അറിയപ്പെട്ടിരുന്നത് ഒറ്റമുലച്ചി എന്നായിരുന്നു. വയനാടൻ തമ്പാനെപ്പറ്റി പലരും കേട്ടിട്ടുണ്ടാകാം. വളരെ വലിയൊരു മാന്ത്രികനായിരുന്നു. ക്ഷുദ്രകർമ്മങ്ങളും മറ്റെല്ലാം വയനാടൻ തമ്പാൻ ചെയ്തിരുന്നു. വയനാടൻ തമ്പാന് പലയിടത്തും സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തും കുഞ്ഞുങ്ങളുമുണ്ട്. ഈ വയനാടൻ തമ്പാന് അവിടെയുള്ളൊരു ആദിവാസി ഗോത്രത്തിൽ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുകയും അവളുമായിട്ടുള്ള ബന്ധത്തിൽ ആ സ്ത്രീ ഗർഭിണിയായി തീരുകയും ചെയ്തു. ഇതറിഞ്ഞ ആദിവാസി സമൂഹം അവൾക്ക് ഊരുവിലക്ക് കൽപ്പിച്ചു. അതായത് അവരുടെ ആ പ്രദേശത്ത് നിന്ന് മാറി വേറെ ഏതെങ്കിലും പ്രദേശത്തേക്ക് പോകണം എന്നുള്ളത്. അവരുടെ ആ നാട്ടിൽ താമസിക്കാൻ പാടില്ല. കാടാണ് എങ്കിലും അവരുടെ പരിസര പ്രദേശത്ത് അവരുടെ ഒരു ചെറിയൊരു സാമ്രാജ്യം പോലെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് വെളിയിൽ പോകണം എന്നുള്ള ഊരുവിലക്ക് കൽപ്പിച്ചു. സാധാരണയായി അവർ അങ്ങനെയുള്ള സ്ത്രീകളെ കൊന്നുകളയുകയായിരുന്നു പതിവ്. പക്ഷേ തമ്പാനിൽ നിന്ന് ഗർഭവതിയായതിനാൽ അവർക്ക് അതിനുള്ള ധൈര്യമുണ്ടായില്ല. അവരതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ കുടുംബത്തെ ഊരിൽ നിന്നും പുറത്താക്കി. അങ്ങനെ അവൾ ആദിവാസി സ്ത്രീ കൊല്ലവർഷം 626 ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അതൊരു കന്നിമാസത്തിലെ അമാവാസി നാളിലായിരുന്നു ആ ജനനം. സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ കരയുന്നത് പതിവുണ്ടല്ലോ. പക്ഷേ ഈ കുട്ടി കരഞ്ഞിരുന്നില്ല. ജീവനില്ല എന്നൊന്നുമല്ല, ആ കുട്ടി കരഞ്ഞിരുന്നില്ല. അതൊരു അസാധാരണ ജന്മമായിരുന്നു. തല നിറയെ മുടിയുണ്ടായിരുന്നു. നല്ലൊരു ഓമനത്വമുള്ളൊരു കുട്ടി. അതോടൊപ്പം ഒരു അംഗവൈകല്യം എന്നതുപോലെ സാധാരണ സ്ത്രീകൾക്ക് 2 സ്തനങ്ങളുണ്ടാകുമല്ലോ. ഇവൾക്ക് ഒരേ ഒരു സ്തനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവളെ ഒറ്റമുലച്ചി എന്ന് പിന്നീട് അറിയപ്പെട്ടു പോന്നത്. അവൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ മുത്തച്ഛനും മുത്തശ്ശിയും അവരും ഊരുവിലക്ക് കാരണം മാറി വേറെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുകയായിരുന്നു. അവർ കാട്ടിൽ ഭക്ഷണം അന്വേഷിച്ച് പോയപ്പോൾ അവരെ പുലി പിടിക്കുകയും അങ്ങനെ അവർ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മ അസുഖം ബാധിച്ച് കിടപ്പിലാവുകയും അങ്ങനെ അവരും മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൾക്ക് ആരും ഒരു തുണയില്ലാത്തൊരു അവസ്ഥയിലായി. ഊരിൽ നിന്നും യാതൊരു സഹായങ്ങളും സഹകരണങ്ങളും യാതൊന്നുമില്ലല്ലോ. അപ്പോൾ അവൾ അവിടെ നിന്നും മാറി കുറേ ദൂരെയുള്ള ഒരു സ്ഥലമായിരുന്നു മാനന്തവാടി. മാനന്തവാടിയിലായിരുന്നു വയനാടൻ തമ്പാൻ ജീവിച്ചിരുന്നത്. അവൾ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് അമ്മയോടൊപ്പം അവിടെ പോയിട്ടുണ്ട് ആ ഭാഗത്ത്. അങ്ങനെ അവൾ മാനന്തവാടിയിലേക്ക് പോയി. പക്ഷേ അപ്പോഴേക്കും വയനാടൻ തമ്പാൻ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും അവൾക്ക് യാതൊരു ആശ്രയവും ലഭിച്ചില്ല. തമ്പാൻ ഉപാസിച്ചിരുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു, ഒരു കാവുണ്ടായിരുന്നു. അവൾ ആ കാവിൽ ചെന്ന് ശരണം പ്രാപിച്ചു.
അങ്ങോട്ട് അധികം ആരും വരാറില്ല. വയനാടൻ തമ്പാൻ്റെ മരണശേഷം അവിടെ യഥാവിധി പൂജകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിരുന്നില്ല. അങ്ങോട്ട് ആരും അധികം കടന്നു വരാറില്ലാത്തൊരു പ്രദേശമായിരുന്നു. അവൾ അവിടെ തങ്ങി. എങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഇല്ലെങ്കിൽ പോലും പലരും അവരുടെ കാര്യസാധ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും അവർക്ക് ആ കാര്യസാധ്യം ലഭിക്കുകയും എല്ലാം ചെയ്യുന്നതനുസരിച്ച് അവർ പല ഭക്ഷണപാനീയങ്ങൾ ദേവിക്കായി കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ടായിരുന്നു അവിടെ. ഇവൾ ഈ ഒറ്റമുലച്ചി ആ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവൾ കഴിക്കുകയും മറ്റും ചെയ്തിരുന്നു. വന്നിരുന്ന വിശ്വാസികൾ വിചാരിച്ചത് ദേവി അത് സ്വീകരിച്ചു, അതുകൊണ്ടാണ് അതവിടെ കാണാത്തതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവൾ എല്ലാവരിൽ നിന്നും മറഞ്ഞിരുന്ന് ആ ഭക്ഷണങ്ങൾ കഴിച്ച് അങ്ങനെ കാലം കഴിച്ചു കൂട്ടി. അവൾക്കൊരു 16 വയസ്സൊക്കെയായി. അവൾ അതൊരു കാട്ടുപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ അവളെ ആരും അറിഞ്ഞിരുന്നില്ല. അവളവിടെ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. അവൾക്ക് വേറെ ചങ്ങാത്തങ്ങളും യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചങ്ങാത്തം ഈ കാട്ടിലുള്ള മൃഗങ്ങളുമായിട്ടും ഒക്കെ ആയിരുന്നു. അവൾ അവരോടൊപ്പം ഗുസ്തി പിടിക്കും, കാട്ടുപോത്തിനോടും പുലിയോടും കടുവയോടും എല്ലാം അങ്ങനെ അവരിലൊരംഗമായി അവിടെ കഴിഞ്ഞുകൂടി. അങ്ങനെ അവൾക്ക് വളരെയധികം ശാരീരികമായ ക്ഷമതയും മറ്റും വന്നു ചേരുകയും ചെയ്തു. അവൾക്ക് 16 വയസ്സായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ നാട്ടിൽ നിന്നും ഒരു 2-3 യുവാക്കൾ കാട് കാണാനായി വന്നു. അവരങ്ങനെ വരുന്ന സമയത്ത് ഈ ഒറ്റമുലച്ചിയെ കാണുകയുണ്ടായി. അവൾ വളരെയധികം സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു. ഇങ്ങനെയൊരു വൈകല്യം ഉണ്ടായിരുന്നു എന്ന് മാത്രം. നല്ലൊരു സുന്ദരിയായിരുന്നു. ഈ യുവാക്കൾക്ക് അവളെ കണ്ടപ്പോൾ അവളിൽ വളരെയധികം അഭിനിവേശമുണ്ടാവുകയും അവളെ കീഴ്പ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇവർ 3 പേരും അവളെ ആക്രമിച്ചു. പക്ഷേ അവൾ അവരുമായി പൊരുതി നിന്നു. അവർ 3 പേര് ചേർന്നിട്ടും അവളെ ഒതുക്കാൻ അവർക്ക് സാധിച്ചില്ല. അവൾ വളരെ ശക്തമായി പ്രതികരിച്ചു. വളരെ ശക്തമായിട്ട് അവരെ അടിക്കുകയും തൊഴിക്കുകയും അങ്ങനെ ചെയ്ത് അവർ ആ 3 യുവാക്കളും ക്ഷീണിച്ച് യാതൊരു ശക്തിയുമില്ലാതെ അവർ തളർന്നു വീണു. അതോടൊപ്പം ഈ ഒറ്റമുലച്ചിയും തളർന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് വല്ലാതെ ദാഹിച്ചു. അപ്പോൾ അവൾ കണ്ടൊരു വഴി ഈ യുവാക്കളെ അവരുടെ കഴുത്ത് കടിച്ചു കീറി അവരുടെ രക്തം കുടിക്കുക എന്നതായിരുന്നു. അവൾ ആ 3 യുവാക്കളുടെയും രക്തം പാനം ചെയ്തു. അതോടുകൂടി അവൾക്ക് രക്തപാനം ചെയ്യുക എന്നതിൽ ഉള്ളത് വളരെ വലിയൊരു ലഹരിയായി തീർന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ആ കാട്ടിലൂടെ നാട്ടിൽ നിന്നും വന്ന ഒരാൾ ആ കാട്ടിലൂടെ പോകുന്നത് കണ്ടപ്പോൾ അയാളെ പിന്തുടർന്ന് ചെന്ന് ആ ഒരു ഗ്രാമത്തിൽ, ഏത് ഗ്രാമത്തിലേക്കാണ് ഇയാൾ പോകുന്നതെന്ന് അവൾ കണ്ടുപിടിച്ചു. അങ്ങനെ അവളും അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് പാർക്കാൻ തുടങ്ങി. മണിച്ചിറ എന്നായിരുന്നു ആ ഗ്രാമത്തിൻ്റെ പേര്. അവിടെ അമ്പുകുത്തി മല എന്ന് പറയുന്നൊരു മലയുണ്ടായിരുന്നു. അവിടെ ഒരു ഗുഹയിൽ ഇവൾ താമസമാക്കി. അവൾ എവിടെയൊക്കെയാണ് യുവാക്കൾ ഉള്ളത് എന്ന് കണ്ടുവയ്ക്കുകയും നിലാവുള്ള രാത്രികളിൽ പൗർണമി ദിവസം അവൾ ഏതെങ്കിലും ഒരുവനെ കണ്ടുവച്ച് അവനെ സമീപിച്ച് അവനെ ആക്രമിച്ച് അവൻ്റെ രക്തം പാനം ചെയ്യുകയും പതിവാക്കി. പിന്നീട് അങ്ങോട്ട് ആ ഗ്രാമവാസികൾക്ക് ഭയമൊഴിഞ്ഞിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നില്ല.
ഓരോ മാസവും പൗർണമി നാളിൽ അവൾ ഇറങ്ങിച്ചെല്ലും. ആ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു യുവാവിനെ അവൾ വകവരുത്തും, അവൻ്റെ രക്തം കുടിക്കും. ഇങ്ങനെയായിരുന്നു അവളുടെ ശീലം. അപ്പോൾ അവൾ മുൻപ് താമസിച്ചിരുന്ന പ്രദേശത്തു നിന്നും ഇങ്ങോട്ട് മാറിപ്പോന്നപ്പോൾ തമ്പാൻ്റെ ഒരു ഭദ്രകാളിക്കാവ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭദ്രകാളിയും ഇവളോടൊപ്പം പോകുന്നു. ഭദ്രകാളി സാന്നിധ്യവും ഇവളോടൊപ്പം പോകുന്നു. ഇവൾ ഇങ്ങനെ പല യുവാക്കളെയും കൊന്ന് രക്തം കുടിച്ചാലും ആ കുടുംബത്തിന് വളരെയധികം അനുഗ്രഹങ്ങൾ പിന്നീട് ലഭിച്ചിരുന്നു. അവൾ അനുഗ്രഹിച്ചിരുന്നു ആ യുവാക്കളുടെ കുടുംബത്തെ. അവിടെ ഒരിക്കലും വംശനാശം ഉണ്ടാകാറില്ല, സന്തതി പരമ്പരകളില്ലാതെ പോകാറില്ല. അതുകൂടാതെ വളരെയധികം സമ്പദ് സമൃദ്ധിയും എല്ലാം ആ കുടുംബത്തിന് ലഭിച്ചിരുന്നു. അത് അവളുടെ കൂടെയുണ്ടായിരുന്ന ദേവീ സാന്നിധ്യത്താലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവളും അവളോടൊപ്പം ദേവീ സാന്നിധ്യവും എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് സാരം. ഇങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയി. എല്ലാ മാസവും ഇങ്ങനെ ഓരോ പടുമരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരെല്ലാവരും ചേർന്ന് ആലോചിച്ചു ഇതെന്താണ് എന്നുള്ളത്. ഒടുവിൽ അവർക്ക് കാര്യം മനസ്സിലായി. ഇത് ഈ ഒറ്റമുലച്ച് കാരണമാണെന്നുള്ളത് മനസ്സിലായി. അതുകൂടാതെ പലരും അവളെ നിലാവുള്ള രാത്രികളിൽ കാണാൻ തുടങ്ങി പലയിടത്തും. അവർക്കപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷേ അവളുടെ കായികക്ഷമതയും മറ്റും വളരെയധികം അധികമായിരുന്നതിനാൽ അവർക്കാർക്കും അവളോട് ഏറ്റുമുട്ടാനായിട്ട് സാധിച്ചിരുന്നില്ല. ഏറ്റുമുട്ടിയവർ അവരെയെല്ലാം അവൾ കൊന്നു തള്ളുകയും ചെയ്തു. അവർ പല സ്ഥലത്തു നിന്നും കടത്തനാടുള്ള കളരിവീരന്മാരെയും അങ്ങനെ പലരെയും കൊണ്ടുവരികയും അവളെ വധിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അവൾ അവരെ വധിച്ചു എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അവരെല്ലാം കാലപുരി പോയി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് എന്തൊരു മാർഗം എന്നങ്ങനെ ആലോചിച്ച് ഈ നാട്ടുകാർ ആകെ ഭയപ്പെട്ട് ഇരിക്കുന്നൊരു സമയത്ത് ഒരിക്കൽ ഒരു ദിവ്യ സന്യാസി അവിടെ വന്നു ചേരുകയുണ്ടായി. ഈ ദിവ്യ സന്യാസിക്ക് എന്തെങ്കിലും ഇതിനൊരു മാർഗം പറഞ്ഞു തരുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അവർ അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്കിങ്ങനെ ജീവിക്കാൻ വയ്യ, ഭയമാണ്, എപ്പോഴും രാത്രിയായി കഴിഞ്ഞാൽ ഭയമാണ്. ഇനി ആരെയാണ് അവൾ നോട്ടമിട്ട് വച്ചിരിക്കുന്നത് എന്നറിയില്ല. ഇതിപ്പോൾ നാൾ കുറേയായി ഇങ്ങനെയുള്ള ഇത് തുടങ്ങിയിട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ സന്യാസിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, അവളെ നേരിടാൻ എനിക്കാവില്ല, അതിനുള്ള ശക്തിയും സിദ്ധിയൊന്നും എനിക്കില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിഹാരം ഞാൻ പറഞ്ഞു തരാം. 18 വയസ്സിന് താഴെയുള്ള മന്ത്രതന്ത്രാദികൾ അറിയാവുന്ന അഭ്യസിച്ചിട്ടുള്ള ഒരു യുവാവിന് അവളെ നേരിടാനാകും. അപ്പോൾ ഈ ഒറ്റമുലച്ചിക്ക് വേറൊരു രീതി കൂടി ഉണ്ടായിരുന്നു. അവൾ 18 വയസ്സിന് താഴെയുള്ള യുവാക്കളെയൊന്നും അവൾ സ്പർശിച്ചിരുന്നില്ല, ഉപദ്രവിച്ചിരുന്നില്ല. അതുകൂടാതെ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെയും അവൾ ആക്രമിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ശീലം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതും ദിവ്യസന്യാസി പറഞ്ഞതും അതുതന്നെയാണ്. 18 വയസ്സിൽ താഴെയുള്ള
അങ്ങനെ ഒരു വ്യക്തിക്ക് അവളെ നേരിടാൻ ആകുന്നു. അപ്പോൾ അങ്ങനെ ആരാണുള്ളത്? 18 വയസ്സെന്ന് പറയുമ്പോൾ വളരെയധികം ചെറുപ്പവും ഇതുമല്ലേ, അതും മാന്ത്രിക തന്ത്രവിദ്യകളെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ആരെയാണ് ഉള്ളത് കിട്ടാനുള്ളതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു തരാം. തിരുവിതാംകൂർ രാജ്യത്ത് ചെങ്ങന്നൂർ എന്ന പ്രദേശത്ത് തേവലശ്ശേരി എന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ദാമോദർ എന്ന ഒരു ബാലനുണ്ട്. ആ ബാലനെ കൊണ്ടുവന്നാൽ അവന് ഈ ഒറ്റമുലച്ചിയെ കീഴടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് വയനാട് നിന്ന് തിരുവിതാംകൂർ ചെങ്ങന്നൂർ വരെയൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. എങ്കിൽ പോലും ഇവളുടെ ശല്യം നിമിത്തം ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് അവിടെ നിന്നും കുറച്ച് ചെറുപ്പക്കാർ കുതിരപ്പുറത്ത് യാത്രയായി. അപ്പോൾ ഈ ദിവ്യ സന്യാസി പോകേണ്ട വഴിയും പറഞ്ഞു കൊടുത്തിരുന്നു. നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്താൽ മതി, ഇന്ന മാതിരിയുള്ള നക്ഷത്രങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ആ ദിശയിൽ നിങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ യാത്ര ചെയ്ത് തിരുവിതാംകൂർ മഹാരാജാവിനെ വന്ന് കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. അപ്പോൾ മഹാരാജാവ് ഒരു താളിയോല എഴുതി കൊടുത്തു. ഇത് കൊണ്ടുപോയി തേവലശ്ശേരി കുടുംബത്തിലെ കാരണവരുടെ കയ്യിലേൽപ്പിക്കാൻ പറഞ്ഞു. അത് പ്രകാരം അവർ അവിടെ നിന്ന് ആ താളിയോലയും കൊണ്ട് അവിടുത്തെ ചെങ്ങന്നൂരെത്തി കുടുംബത്തിലെ കാരണവരെ കണ്ട് താളിയോല ഏൽപ്പിച്ചു. അവർക്ക് എല്ലാവർക്കും സംശയവും ഉണ്ടായിരുന്നു, ഈ ബാലനെ അവർ പറഞ്ഞു വിടുമോ എന്ന്. പക്ഷേ കാരണവർ അതിന് സമ്മതിച്ചു, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവരവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പായി ഈ കാരണവർ അവരുടെ കുലദേവതയായിരുന്ന ഭദ്രകാളിയുടെ ഒരു രക്ഷയുണ്ടാക്കി. ആ രക്ഷ ഈ ദാമോദരൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ആ ബാലൻ അവരോടൊപ്പം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ദിവസങ്ങൾ താണ്ടി അവർ വയനാട്ടിലെത്തിപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ ആ ബാലൻ കർമ്മങ്ങൾ ആരംഭിച്ചു. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഒറ്റമുലച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പോൾ ബാലൻ ആഭിചാരക്രിയകളിലേക്ക് കടന്നു. അപ്പോൾ ആ കർമ്മങ്ങൾ മുടക്കുന്നതിനായി അവൾ പേമാരിയായി പെയ്യാൻ തുടങ്ങി. പക്ഷേ ആ ബാലൻ, തേവലശ്ശേരിയിലെ ആ ബാലൻ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പേമാരിയും ബാധിച്ചില്ല. അവൾ വളരെയധികം വീറോടെ കൊടുങ്കാറ്റായി വീശിയടിച്ചു. പക്ഷെ അതിനും ആ പ്രദേശത്തെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അവൾ കാട്ടിലെ ഹിംസ്ര ജന്തുക്കളെ, പുലി മുതലായവയെ ആകർഷിച്ച് ഈ ബാലനെ ആക്രമിക്കുന്നതിനായി പറഞ്ഞു വിട്ടു. ആ മൃഗങ്ങൾ ബാലൻ്റെ ചുറ്റും വന്ന് വളരെ അനുസരണയുള്ള മൃഗങ്ങളെപ്പോലെ അവിടെ കുത്തിയിരുന്നു. അവയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ബാലനെ. ഇതെല്ലാം ആ ബാലൻ്റെ കുടുംബകാരണവർ ധരിപ്പിച്ച് കൊടുത്തുവിട്ട ആ രക്ഷയുണ്ടല്ലോ, അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നല്ലോ ഒരു രക്ഷ, ഭദ്രകാളിയുടെ രക്ഷ, അതിൻ്റെ പ്രഭാവത്താലായിരുന്നു. അപ്പോൾ ബാലൻ ഇത്രയും ദിവസങ്ങളായി ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ട് കൂടി യാതൊരു ഫലവുമില്ലാതായപ്പോൾ ഈ ഒറ്റമുലച്ചിയോടൊപ്പം ഭദ്രകാളി സാന്നിധ്യവുമുണ്ടെന്ന് ബാലന് ബോധ്യമായി. അതിനാൽ ആ ബാലൻ
ഒറ്റമുലച്ചിയിൽ നിന്നും ആ ഭദ്രകാളി സാന്നിധ്യത്തെ ആവാഹിച്ച് മാറ്റിവെച്ചു. ഭദ്രകാളി സാന്നിധ്യം അവളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ ആ സുന്ദരിയായിട്ടുണ്ടായിരുന്ന ആ സ്ത്രീ വളരെ വിരൂപയായി മാറി. അവൾക്ക് പ്രായവും ഏറെയായിട്ടുണ്ടായിരുന്നു അന്ന്. അവൾ വളരെയധികം വിരൂപയായി, അവൾ കോപാകുലയായി ഈ ബാലൻ്റെ അടുത്തേക്ക് അവനെ ആക്രമിക്കുന്നതിനായി ഓടി വന്നു. പക്ഷേ ബാലൻ്റെ മറ്റൊരു കർമ്മത്താൽ അവൾക്ക് ബാലനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ബാലൻ അവളെ ബന്ധനസ്ഥയാക്കി. അപ്പോൾ നാട്ടുകാർ അവളെ കൊന്നുകളയണം എന്ന് ആക്രോശിച്ചടുത്തു. അവരെല്ലാം ഈ രംഗം കണ്ട് വല്ലാതെ ഭയന്നുപോയി. പക്ഷേ എങ്കിലും ബന്ധനസ്ഥയായി കിട്ടിയപ്പോൾ അവളെ കൊന്നുകളയണം എന്നുള്ള രീതിയിൽ അവർ ആക്രോശിച്ചു. ആ ബാലൻ പറഞ്ഞു, നിങ്ങളതൊന്നും ചെയ്യണ്ട, മാറി നിൽക്കാൻ പറഞ്ഞു നാട്ടുകാരോട്. അപ്പോൾ ബാലൻ വീണ്ടും അവളെ ഇല്ലാതാക്കുവാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്നങ്ങൾ ശപിക്കാൻ തുടങ്ങി ഈ നാട്ടുകാരെ മൊത്തം. ഈ വയനാട് സമ്പദ് സമൃദ്ധിയെല്ലാം ഇല്ലാതായി നശിച്ചു പോകാനിടയാവട്ടെ. മറ്റു ദേശങ്ങളിൽ നിന്ന് വരുന്നവർ നിങ്ങളെ കീഴടക്കാനിടയാകട്ടെ. ഇവിടെ മഹാമാരികൾ പെയ്ത് നിങ്ങളെ നശിപ്പിക്കട്ടെ എന്നിങ്ങനെയെല്ലാമുള്ള ശാപവചനങ്ങൾ അവർക്ക് നേരെ ഇടാൻ തുടങ്ങി. അതുവരെ എവിടെയൊക്കെ അവൾ യുവാക്കളൊക്കെ വന്നിട്ടുണ്ട്, ആ കുടുംബങ്ങളെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വയനാട് മൊത്തത്തിൽ ആ ഒരു സമയത്തിനുള്ളിൽ വളരെയധികം അഭിവൃദ്ധി, സമ്പദ് സമൃദ്ധമായിരുന്നു. ഇപ്പോൾ അവൾ അതെല്ലാം ശാപവാക്കുകളാൽ തട്ടിത്തകർത്തു. അതോടൊപ്പം തേവശ്ശേരിയിലെ ഈ ബാലനും അവൾ ശാപം ഇടുകയുണ്ടായി. നിന്നോടുകൂടി നിൻ്റെ കുടുംബം അന്യം നിന്ന് പോട്ടെ എന്ന് അവൾ ശാപവാക്കുമതി. അവൾ കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അതോടുകൂടി അവളുടെ ശല്യം എല്ലാവർക്കും ഒഴിഞ്ഞു. നാട്ടുകാർ എല്ലാം വളരെയധികം സന്തോഷിച്ച് ഈ ബാലന് ധാരാളം പാരിതോഷികങ്ങളും എല്ലാം കൊടുത്തയച്ചു. ആ ബാലനാണ് പിൽക്കാലത്ത് പ്രശസ്ത മാന്ത്രികനായി തീർന്ന തേവലശ്ശേരി നമ്പി. തേവലശ്ശേരി നമ്പിയുടെ കഥകൾ ധാരാളമുണ്ട്. അത് നമുക്ക് പിന്നൊരവസരത്തിൽ പറയാം. അങ്ങനെ ആ ചെറുപ്പത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഒരു മന്ത്രവാദത്തിൻ്റെ കഥയും കൂടിയാണിത്. തേവലശ്ശേരി നമ്പിയെ, ഇനി നമുക്ക് അങ്ങനെ പറയാമല്ലോ, തേവലശ്ശേരി നമ്പിയെ ആ നാട്ടുകാർ യഥോചിതം സൽക്കരിച്ച് അദ്ദേഹത്തെ തിരിച്ച് ചെങ്ങന്നൂർക്ക് കൊണ്ടാക്കി വളരെ സുരക്ഷിതമായി അവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഈ ഒറ്റമുലച്ചിയുടെ ശാപം പോലെ തന്നെ തേവലശ്ശേരി നമ്പിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ കാലത്തോടു കൂടി അന്യം നിന്നുപോയി. പിന്നീട് സന്തതി പരമ്പരകളോ മറ്റൊന്നും അവിടെ ഉണ്ടായില്ല. ആ വംശം അതോടുകൂടി കുറ്റിയേറ്റു. കൂടാതെ വയനാട്ടിൽ അവൾ ശാപം എറിഞ്ഞതനുസരിച്ച് എല്ലാം തകർന്നടിഞ്ഞു. അവരുടെ സമ്പദ് സമൃദ്ധിയും എല്ലാം പിന്നീട് തകർന്നടിയുകയാണ് ഉണ്ടായത്. അവിടെ മറുനാട്ടുകാർ വന്ന് അവരെ കീഴ്പ്പെടുത്തി. അവർ പിന്നെ അവിടെ ഭരിക്കാനും മറ്റും തുടങ്ങി. മഹാമാരികൾ വയനാട്ടിൽ
വളരെയധികം ആക്രമണം നടത്തി. അതെല്ലാം പിന്നീട് അവർക്ക് സഹിക്കേണ്ടി വന്നു. ഈ ഒറ്റമുലച്ചിയെ അവസാനിപ്പിച്ചത് കൊല്ലവർഷം 946 അതായത് ഒരു 3 നൂറ്റാണ്ട് വയനാടിനെ അവൾ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി. അവൾക്ക് അത്രയും പ്രായവും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒറ്റമുലച്ചിയുടെ കഥ. എവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കഥയുമായി വരാം. ശരി, നന്ദി.